അങ്ങനെ സാംസങ് ഗാലക്സി S25 സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ആ ഒരു സാംസങ് ഗാലക്സി S25 സീരീസിൻ്റെ ലോഞ്ച് കണ്ടവരായിരിക്കും. സാംസങ് ഗാലക്സി S25, സാംസങ് ഗാലക്സി S25 പ്ലസ്, സാംസങ് ഗാലക്സി S25 അൾട്ര. ബോക്സ് എന്തിനാണല്ലേ ഞാൻ കാണിക്കുന്നത്. സോ സാംസങ് ഗാലക്സി S25, സാംസങ് ഗാലക്സി S25 പ്ലസ് ആൻഡ് സാംസങ് ഗാലക്സി S25 അൾട്ര. അപ്പോൾ നമ്മൾ ചില ആളുകളെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു സാംസങ് ഗാലക്സിയുടെ S25 സ്ലിം എന്ന് പറയുന്ന മോഡൽ ഒരുപക്ഷെ ഇതിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ അവർ ലോഞ്ച് ചെയ്തേക്കാം. എനിവേ ഈ ഒരു 3 സ്മാർട്ട് ഫോണിൻ്റെയും ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ പറയില്ല. കാരണം ഇന്നാണ് നമ്മൾ ആ ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയിട്ടുള്ളത്. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. എനിവേ നിങ്ങളുടെ ഒരു ചെറിയൊരു ഹെൽപ്പ് എനിക്ക് വേണം. ഈ ഒരു 3 സ്മാർട്ട് ഫോണിൽ ഏത് സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണോ ആദ്യം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. എനിവേ സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒഫീഷ്യൽ ലോഞ്ചിന് മണിക്കൂറുകൾക്ക് മുമ്പായതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നും ചില ഇൻഫർമേഷൻസ് അവർ പാസ് ചെയ്തിട്ടില്ല. അതായത് ചില വളരെ ചെറിയ രീതിയിലുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളും അവർ പാസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ആ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റു പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ S25 അൾട്രയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ S24 അൾട്രയിൽ 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൈനാമിക് AMOLED 2X ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 സ്മാർട്ട് ഫോണിലും LTPO ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ. പക്ഷേ S24 അൾട്രയുടെ സെയിം സൈസ് ആയിട്ട് കൂടിയും ആ ഒരു 0.1 ഇഞ്ചിൻ്റെ ആ ഒരു സൈസ് അധികം വരാനുള്ള കാരണം എന്ന് പറയുന്നത് താരതമ്യേന കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള ഒരു ബസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ ആർമറാണ് ഈ ഒരു S25 അൾട്രയിൽ പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 സ്മാർട്ട് ഫോണിലും S25 പ്ലസിലും S25 യൂസ് ചെയ്തിരിക്കുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് 2 ആണ്. എനിവേ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് S25 അൾട്രയിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈനിലെ ചേഞ്ച് ആണ്. കഴിഞ്ഞ വർഷത്തെ S24 അൾട്ര കുറച്ചും കൂടി ഒരു ബോക്സി ഡിസൈനിലായിരുന്നെങ്കിൽ, അതായത് നമുക്ക് ചിലർക്കെങ്കിലും ഈ ഒരു കോർണർ സൈഡൊക്കെ നമുക്ക് കയ്യിൽ വെക്കുന്ന സമയത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്തിരുന്നെങ്കിൽ ഇത്തവണ അത് കുറച്ചും കൂടി എഡ്ജ് ഒരു കേർവ് ഡിസൈൻ എന്നുള്ള രീതിയിലാണ് കോർണർ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന കുറച്ചും കൂടി നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. അതായത് S24 അൾട്രയുടെ സെയിം സൈസ് ആണെങ്കിലും ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു ബൾക്കിനെസ് നമുക്കിതിൽ വലിയ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ടോപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് സാംസങ് ഫോണിൽ കാണാൻ സാധിക്കാറുള്ളത്. ആ അത്തരത്തിലുള്ള ഒരു ടോപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു 3 സ്മാർട്ട് ഫോണിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ S25ലും S25 പ്ലസിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞ വർഷമുള്ള ആ ഒരു S24ൻ്റെ S24 പ്ലസിൻ്റെ സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ് വരുന്നത്. അതായത് S25ൽ 6.2 ഇഞ്ചും S25 പ്ലസിൽ 6.7 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാലക്സി S25 സീരീസിൻ്റെ ഏറ്റവും പവർഫുൾ ഫാക്ടർ എന്ന് പറയുന്നത് പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രോസസ്സർ പറയുന്ന സമയത്ത് ഇത്തവണ കുറച്ചും കൂടി ഒരു മധുരം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഹാപ്പിയോടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് ഞാൻ പയ്യെ പറഞ്ഞുതരാം. എനിവേ Qualcomm Snapdragon 8Elite എന്ന് പറയുന്ന നിലവിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 3 nm ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് സ്പെഷ്യലി മേക്ക് ഫോർ സാംസങ് എന്നുള്ള രീതിയിലാണ്. അതായത് മറ്റ് ബ്രാൻഡിലൊക്കെ 4.32 GHz എന്നുള്ള രീതിയിലാണ് ക്ലോക്ക് സ്പീഡ് കൊടുത്തെങ്കിൽ ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള, അത് കറക്റ്റ് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലോക്ക് സ്പീഡ് പറയാത്തത്. പക്ഷേ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ക്ലോക്ക് സ്പീഡ് ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ എക്സിനോസ് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ, ചില രാജ്യത്ത് സ്നാപ്ഡ്രാഗണ് ചില രാജ്യത്ത് എക്സിനോസ് എന്നുള്ള രീതിയിലായിരുന്നു പ്ലസ് അല്ലെങ്കിൽ സാധാരണ ബേസ് മോഡൽ കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ ഈ ഒരു 3 സ്മാർട്ട് ഫോണിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിം പ്രോസസ്സർ തന്നെയാണ്. അത് ഇന്ത്യക്കാർക്കാണെങ്കിലും ഗൾഫുകാർക്കാണെങ്കിലും യൂറോപ്യൻകാർക്കാണെങ്കിലും ചൈനക്കാർക്കാണെങ്കിലും ലോകത്തിലെ സകല ആൾക്കാർക്കും ലഭിക്കാൻ പോകുന്നത് Qualcomm Snapdragon 8Elite എന്ന് പറയുന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു 3 സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് തന്നെയാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ കുറേ മിക്ക ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ് എക്സിനോസ് ആണോ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ആണോ ആ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയത്. ഇനി അത്തരത്തിലുള്ളൊരു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ ഒരു 3 സ്മാർട്ട് ഫോണിലും എക്സിനോസിൻ്റെ പ്രോസസ്സറേ വന്നിട്ടില്ല. Qualcomm Snapdragon 8Elite എന്ന് പറയുന്ന ദ മോസ്റ്റ് പവർഫുൾ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യമായ മാറ്റങ്ങൾ വരാത്ത 2 മേഖല എന്ന് പറയുന്നത് ഒന്ന് ബാറ്ററിയുടെ സൈഡും അതുപോലെ തന്നെ മെമ്മറിയുടെ സൈഡാണ്. മെമ്മറി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ S25 അൾട്രയിൽ 12GB റാമിൽ 256GB 512GB അതുപോലെ 1TB വേരിയൻ്റ് ആണെങ്കിൽ S25 പ്ലസിൽ അത് 256GB അതുപോലെ 512GB വരുന്നത്. S25 128, 256
അതുപോലെ തന്നെ 512 GB. ഇനി ബാറ്ററിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 5000 mAh ബാറ്ററിയാണ് ഈ ഒരു S25 Ultraയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ 4900 mAh ബാറ്ററിയാണ് ഈ ഒരു S25 Plusൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ 4000 mAh ബാറ്ററിയാണ് ഈ ഒരു S25ൽ വരുന്നത്. സെയിം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു S25 Ultraയിലും S25 Plusലും സപ്പോർട്ട് ആകുന്നെങ്കിൽ S25ൽ 25 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൽ സപ്പോർട്ട് ആകുന്നത്. ഈ ഒരു കാര്യത്തിലൊന്നും വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെറുതായിട്ടുള്ളൊരു വ്യത്യാസം വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു S Penൻ്റെ കാര്യമാണ്. ഇത്രയും കാലം അതായത് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു S Pen യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഒരു 5-10 മീറ്ററിനുള്ളിൽ വെക്കുകയും നമുക്ക് അത്രയും ദൂരം പോയിട്ട് നമുക്ക് സെൽഫി ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനൊക്കെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഇനി മുതൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു റിവ്യൂസിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് 1 UI വരുന്നത് 7.0 ആണ്. പക്ഷേ നല്ല രീതിയിലുള്ളൊരു ചേഞ്ചസ് നമുക്ക് ഈ ഒരു 7.0 നമുക്ക് കാണാൻ സാധിക്കും 1 UIയിൽ. കാരണം നമുക്ക് ശരിക്കും ഒരു റീഡിഫൈൻഡ് നമ്മൾ ഇതുവരെ സാംസങ്ങിൽ കാണാത്ത തരത്തിലുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് ഈ ഒരു യൂസർ ഇൻ്റർഫേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഭയങ്കര സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ ഇവൻ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പറയാനുണ്ട്. എസ്പെഷ്യലി AI ഫീച്ചേഴ്സ് വിത്ത് ഗൂഗിൾ ജെമിനിയോടൊക്കെ ഉള്ളത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പക്ഷേ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിൽ ഉൾപ്പെടുന്നില്ല. നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നതാണ്. ഗാലക്സി S സീരീസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ക്യാമറയാണ്. S25 Ultraയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 200 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസും 50 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 50 മെഗാപിക്സലിൻ്റെ 5x ടെലിഫോട്ടോ ലെൻസും 10 മെഗാപിക്സലിൻ്റെ 3x ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിൽ S25 Plusലും S25ലും യൂസ് ചെയ്തിരിക്കുന്നത് 50 മെഗാപിക്സലിൻ്റെ മെയിൻ ലെൻസും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 10 മെഗാപിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഞാൻ ഫോട്ടോ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈവൻ നൈറ്റ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് എനിക്ക് നൈറ്റ് ഫോട്ടോ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ S24 Ultra എന്ന് പറയുന്നത് മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അതിലും ഒരു പൊടിക്ക് മുകളിൽ എന്നുള്ള രീതിയിലാണ് എനിക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ സെൽഫിയിലാണെങ്കിലും റിയറിലൊക്കെ ആണെങ്കിൽ സൂപ്പർ ഷാർപ്പ് എന്നുള്ള രീതിയിൽ തന്നെ മിക്ക ഫോട്ടോസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സാമ്പിൾസ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഞാൻ 8K വീഡിയോ ഞാൻ ഇതിൻ്റെ സാമ്പിൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. പകരം ഞാൻ 4Kയിൽ എടുത്തിരിക്കുന്ന 60 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ റിയർ ക്യാമറ സാമ്പിളും അതുപോലെ തന്നെ 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ സെൽഫി സാമ്പിൾസും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു ചുരുങ്ങിയ മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഫോട്ടോസ് നമ്മൾ എടുക്കുകയും കുറച്ചും കൂടി അതിനെപ്പറ്റി നല്ല രീതിയിൽ നമ്മൾ നോക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും ക്യാമറ പെർഫോമൻസിനെ ഉൾപ്പെടുന്നതാണ്. പക്ഷേ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്യാമറ പെർഫോമൻസും എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് ഈ ഒരു 3 സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം ആ ഒരു കുറച്ച് സമയം കൊണ്ട് എനിക്ക് എന്തൊക്കെയാണോ ഫീൽ ചെയ്തത് ആ ഒരു കാര്യമൊക്കെയാണ് ഞങ്ങൾക്കോട് പറഞ്ഞത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഈ ഒരു 3 സ്മാർട്ട് ഫോണിൽ ഏത് സ്മാർട്ട് ഫോണാണോ ഫസ്റ്റ് ഡീറ്റെയിൽ റിവ്യൂ കാണുന്ന ആഗ്രഹം ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നോട് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യമൊക്കെ റിവ്യൂവിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഡിസൈനിൽ ചെറിയ വ്യത്യാസമാണ് വരുത്തിയതെങ്കിലും പക്ഷേ ഈ ഒരു S25 Ultra നമ്മുടെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഒരു വലിയൊരു കംഫർട്ട് നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 1 UI 7.0ൽ വരുത്തിയ മാറ്റമാണ്. ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു യൂസർ ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഡീറ്റെയിൽ റിവ്യൂവിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ഒരു പൊടിക്ക് ഇമ്പ്രൂവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പർവാണെന്ന് പറയാം. ഏറ്റവും പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് Qualcomm Snapdragon 8 Eliteൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ യൂസ് ചെയ്തെങ്കിലും വളരെ ഫാസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഒരു ഫാസ്റ്റ്നെസ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്.
എനിവേ നമുക്കറിയാം ആ ഒരു ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം നമ്മൾ അന്തുത്വ സ്കോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡീറ്റെയിൽ റിവ്യൂവിൽ ഉൾപ്പെടുന്നതാണ്. എനിവേ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഈ ഒരു 3 സ്മാർട്ട് ഫോണിൽ ഇഷ്ടപ്പെട്ടത്, ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര് കൂടി ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ ഈ ഒരു 3 സ്മാർട്ട് ഫോണിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.